എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നൊരു നല്ലൊരു ഹെയർ ഡൈ ആയിട്ടാണ് വന്നേക്കണത്. ഇന്ന് ഇച്ചിരി കൂടുതൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം തേച്ചിട്ട് തീർന്നില്ലെങ്കിൽ പിറ്റേ ദിവസം വേണമെങ്കിൽ തേക്കാൻ പാകത്തിന് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരിക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തെടുത്ത് വെച്ച് തണുപ്പ് മാറിയിട്ടാണ് തേക്കാവുള്ളൂ കേട്ടോ. നല്ല കെമിക്കലില്ലാത്ത നാച്ചുറലായിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ്. ഹെയർ ഡൈ എന്ന് പറഞ്ഞാൽ ഇത് കറുത്തിരിക്കണം എന്നൊന്നുമില്ല. നമ്മുടെ മുടിയിൽ തേക്കുമ്പോൾ കറുത്ത് വരാനായിട്ട് ചില ഷാമ്പു കാണാൻ തലമുടി കറക്കണം, അത് വെളുത്ത കളറിലായിരിക്കണേ. അത് തലയിൽ തേക്കുമ്പോഴത്തേന് തലമുടി നല്ല കറുത്ത കളറിൽ വരില്ലേ, അതുപോലെ ടി വി കാണണം കേട്ടോ, അല്ലാണ്ട് ഞാൻ മേടിച്ച് തേച്ചതല്ല. അതുപോലെയാണ് ഇത് കറുപ്പിച്ച് വെച്ചിട്ട് നമ്മൾ അതുകൊണ്ട് കറുത്ത് വരണമെന്നൊന്നുമില്ല. ഇത് തേച്ചാൽ നല്ലപോലെ തലമുടി കറുത്ത് വരും. അതിനുള്ള കുറേ സാധനങ്ങൾ ഇൻഗ്രീഡിയൻ്റ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. തലമുടിക്ക് നല്ല ഹെൽത്തും കിട്ടും. നല്ല പ്രായമായാലും തലമുടി നല്ല പോലെ വളരും, നല്ല പോലെ കറുത്തും വരും. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം തേക്കണം. 1 മണിക്കൂർ തലയിൽ തേച്ച് ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം നല്ലപോലെ കഴുകിക്കളയാൻ. തണുത്ത വെള്ളം ഒഴിച്ച് കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ. ഷാമ്പൂ ഒന്നും തേക്കുകയൊന്നും ചെയ്യരുത്. ഷാമ്പൂവിന് പകരമുള്ള സാധനമൊക്കെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. തലമുടി നല്ല സിൽക്കി ആയിട്ടും വരികയും ചെയ്യും, നല്ല കറുത്ത കരിക്കട്ട കളറിൽ വരികയും ചെയ്യും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം കമൻറ്റ് ഇടാൻ. ഷെയറും ചെയ്യണം, ലൈക്കും ചെയ്യണം. വീഡിയോയിലേക്ക് പോകാവേ. ആദ്യമേ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ, ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. ഇതിലേക്ക് ഒരു 3 സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുക. ഈ ചെറിയ സ്പൂണാണിത്. നല്ല പോലെ തിളയ്ക്കണം. തിളയ്ക്കുന്നതിന് മുമ്പ് അതിൻ്റെ കൂടെ കാണിച്ച് എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് കരിഞ്ചീരകം. 3 സ്പൂൺ കരിഞ്ചീരകം കൂടി അതിനകത്തേക്ക് ചേർക്കുക. നല്ല പോലെ തിളക്കണം. അതിൻ്റെ ഇവിടേക്ക് ഇത് കണ്ടോ, മൈലാഞ്ചി ഞാൻ പറിച്ച് വെച്ച് ഉണങ്ങിയെടുത്താണ്. ഇത് അതിൻ്റെ കൂടേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഉണങ്ങിയതില്ലെന്നോർത്തുണ്ടോ പൊടിയില്ലെന്നോർത്തുണ്ടോ വിഷമിക്കേണ്ട. പച്ച മൈലാഞ്ചി ഉണ്ടെങ്കിൽ അത് മതി. ഇപ്പം വേനലല്ലേ, നല്ലപോലെ മൈലാഞ്ചി ഉണ്ടെങ്കിൽ പറിച്ച് വെച്ച് ഉണങ്ങി ഇങ്ങനെ പൊടിച്ചെടുക്കാം നമുക്ക്. കൈയും കൊണ്ട് പൊടിച്ചാൽ മതി, അത്ര പൊടിയും ഉണക്കത്തിൽ. ഇതിപ്പം പിന്നെ പൊടിക്കണ്ട, ഇതിനകത്തേക്ക് ഇട്ടാൽ മതി. ഇപ്പോൾ നല്ല കളറായിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കേണ്ട വേറൊരു കൂട്ടമാണ് ഗ്രാമ്പു. 1 സ്പൂൺ ഗ്രാമ്പു ചേർത്ത് കൊടുക്കണം കേട്ടോ അതിൻ്റെ കൂടേക്ക്. തിളച്ച് കുറച്ചങ്ങ് കുറുകണം. ജാനിക്കുട്ടി നടക്കണം കണ്ടോ, കാണാമോ? അതേ കിടക്കുന്ന ഒരു കുഞ്ഞു പട്ടി. നമുക്ക് ചെമ്പരത്തിപ്പൂവും കൂടെ ഇതിൻ്റെ കൂടേക്ക് ആഡ് ചെയ്യണം. അത് തിളക്കട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത്. ചെമ്പരത്തിപ്പൂവും കൂടെ വേണം കേട്ടോ. ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിയിലയൊക്കെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതൊന്നും കെമിക്കൽ ചേരണമല്ല, നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ആണ്. ഇത്ര നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ എവിടെയും കിട്ടില്ല. കടയിൽ നിന്ന് മേടിക്കുന്നത് നമ്മൾ തല തേച്ചാൽ ചിലപ്പോൾ 1-2 മാസം നിൽക്കുമായിരിക്കും. ഇത് പക്ഷേ
അങ്ങനെ നിൽക്കണേ നമ്മൾ കുറേ അടുപ്പിച്ച് തലയിൽ തേക്കേണ്ടി വരും എന്ന് മാത്രമേ ഒരു പിടുത്തം ചെമ്പരത്തിപ്പൂ, ചുമന്ന ചെമ്പരത്തിപ്പൂ വേണം കേട്ടോ. ചുമന്ന ചെമ്പരത്തിപ്പൂ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് തീ കുറച്ച് വെച്ച് കുറുക്കിയെടുത്താൽ മതി. ചെമ്പരത്തിപ്പൂ നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ല ഹെൽത്ത് നൽകുന്ന ഒരു സാധനമാണ് ചെമ്പരത്തിപ്പൂ. മൈലാഞ്ചി ഇലയും ചെമ്പരത്തിപ്പൂവും ഗ്രാമ്പുമൊക്കെ മുടിക്ക് ഏറ്റവും, ഈ പുറം രാജ്യങ്ങളിലൊക്കെ കൂടുതലും ഗ്രാമ്പുവാണ് ഉപയോഗിക്കുന്നത്. ഗ്രാമ്പുവും കാപ്പിപ്പൊടിയൊക്കെയാണ് ഹെയർ ഡേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ വെള്ളം ഏകദേശം വറ്റി നല്ല ചാറ് പോലെ ആയിട്ടുണ്ട്. ഇതിനി ആറാനായിട്ട് വെക്കാം. ആറിയിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. ചൂടാറട്ടെ കേട്ടോ. തീ എടുത്ത് വയ്ക്കാം. നമ്മുടെ കൂട്ട് ചൂടാറിയിട്ടുണ്ട്. അതിനി നല്ല പോലെ അരച്ചെടുക്കണം. നല്ല പോലെ അരച്ചെടുക്കുകയാണെങ്കിൽ തലമുടിയിൽ പിടിച്ചിരിക്കുകയൊന്നുമില്ല. സ്വല്പം ചായ വെള്ളം കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു. അതും കൂടെ കൂടി വേണം അരച്ചെടുക്കാൻ. വെള്ളം കുറവ് പോലെ തോന്നി. ഇത് നല്ല പോലെ അരഞ്ഞിട്ടുണ്ട്. നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇരിക്കും തോറും നല്ല കളറ് കൂടി വരും കേട്ടോ. ഗ്രാമ്പൂവിൻ്റെ ഒക്കെ ഉണ്ടല്ലോ മണം കാണും. നല്ല തലമുടിക്കൊക്കെ നല്ലൊരു മണമായിരിക്കും ഗ്രാമ്പൂവിൻ്റെ മണം. അടപ്പയിലും കുറച്ചൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ചാടിച്ച് അടപ്പയിലെ പാകമായിരിക്കും നല്ല പോലെ അരഞ്ഞത്. അതൊന്നും കളയാതെ എടുക്കണം. ഇതിനകത്തേക്ക് ഒരു സാധനം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എന്നിട്ട് മുടി കറുത്തില്ല എന്ന് ആരും പറയരുത്. ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം. ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കിയിട്ട് കറുത്ത് വരുമൊന്നുമില്ല കേട്ടോ. അതിനകത്തേക്ക് 2 സ്പൂൺ നീലയമരിപ്പൊടി ചേർത്ത് കൊടുക്കണം. 2 വലിയ സ്പൂൺ നീലയമരിപ്പൊടി ചേർത്ത് കൊടുക്കണം. കരിഞ്ജീരകവും എല്ലാം ഉള്ളത് കൊണ്ട് മുടിക്ക് നല്ല ഹെൽത്ത് കിട്ടും, നല്ല ആരോഗ്യം കിട്ടും, നല്ല പോലെ തഴച്ച് വളരും, നല്ല കറുത്ത കളറായിട്ട് വരും. അല്ലെങ്കിൽ പരീക്ഷിച്ച് നോക്കി ഉപയോഗിച്ച് നോക്കിയിട്ടേ കമൻറ്റ് ഇടാവുള്ളൂ കേട്ടോ. ഇത് ഇങ്ങനെ ചേർത്തിട്ട് ഓരോ സമയം വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഇരുമ്പ് ചീഞ്ചട്ടിക്കകത്ത് കുഴച്ച് വയ്ക്കുവാണെങ്കിൽ കറുത്ത കളറ് കുറച്ച് സമയം കഴിയുമ്പോൾ ആയിക്കോളും. ഞാൻ ഇരുമ്പ് ചീഞ്ചട്ടി എനിക്ക് അത്ര ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പാത്രത്തിലുണ്ടാക്കി കാണിക്കണേ. കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും നല്ല കരിക്കട്ട കളറായിട്ട് വരും. ഞാനിത് അന്നന്നൊക്കെയാണ് എന്നും ഉണ്ടാക്കി തല തേക്കണത്. അന്നേരം ഒരുപാട് സമയം വയ്ക്കും. ഇത് കറുത്തിരിക്കണം എന്നൊന്നുമില്ല മുടി കറുത്ത് വരാനായിട്ട്. ഇതിൻ്റെ ഈ സത്തുകളെല്ലാം കൂടെ കറുത്ത് വരുന്ന കൂട്ട് സാധനങ്ങളാണ് എല്ലാം. അന്നേരം കറുത്ത് കരിക്കട്ട കളറിൽ ഇരിക്കണം എന്നൊന്നുമില്ല. കുറച്ച് നേരം ഇങ്ങനെ വെക്കണം. എന്നാണേലും കുറച്ച് സമയം വെക്കണം. ആ നീലയമരിപ്പൊടിയും ഇതും കൂടി മിക്സ് ആവാനായിട്ട്. അന്നേരം ഞാൻ കാണിച്ചു തരാം. കളറ് മാറി തുടങ്ങണത് കേട്ടോ. കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ. കുറച്ചൊരു സമയം ആയിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി തല തേച്ച് നോക്കാം കേട്ടോ. നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പം തന്നെ വേണമെങ്കിൽ തലയിൽ തേക്കാം. ഇപ്പോൾ തല തേച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് ഉണങ്ങി കഴിയുമ്പോഴേ കഴുകി കളയാവുള്ളൂ കേട്ടോ. ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഹെയർ ഡൈ ആണ്. ഹെയർ ഡൈ എപ്പോഴും നമ്മൾ കറുത്തിരിക്കണം എന്നൊന്നുമില്ല തലമുടി കറുത്ത് വരാനായിട്ട്. എല്ലാവരുടെയും വിചാരം കറുത്തിരുന്നാൽ കറുത്ത് വരുമെന്നാണ്. കറുത്തിരുന്നാൽ കറുത്ത് വരുമെന്നല്ല. നല്ലൊരു ഹെയർ ഡൈ ആണെങ്കിൽ ഇത് തേച്ച് കഴിയുമ്പോൾ തലമുടി നല്ലപോലെ കറുത്തും വരും, നല്ല ഹെൽത്തി ആയിട്ട് വരും, നല്ല
നല്ല പോലെ വളരും. അതാണ് ഏറ്റവും വലുത്. നമ്മുടെ പ്രായമായാലും മുടി നീളില്ല എന്നൊരു പരാതി ഉണ്ടല്ലോ, അതൊക്കെ വെറുതെ പറയണം. പ്രായമായാലും മുടി നീളും. മുടിയൊക്കെ എന്നും നീണ്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ്. പ്രായമായാലും മുടി നീളും. നമ്മൾ നരച്ച മുടി കറുപ്പിക്കുകയും ചെയ്യാം. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എല്ലാവരും.